ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ സരസ്വത്യേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. മംഗളചരണം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായതേ നമഃ. സൗന്ദര്യലഹരി സ്തോത്രം 16ാമത്തെ ശ്ലോകം. സരസ്വതി ദേവി എങ്ങനെയാണെന്നുള്ളത് 15ാം ശ്ലോകത്തിൽ പറഞ്ഞു. അടുത്തത് പറയാണ്: കവീന്ദ്രാണാം ചേത കമലവനബാലാദവരുജിം ഭജന്തേ സന്ധ കതിചിദരുണാമേവ ഭവതി വിരിഞ്ചി പ്രേയസ്യാത്തരുണധര ശൃംഗാരലഹരി ഗഭീരാഭിർവാഗ്ഭിർ വിദദധി സദാം രഞ്ജനമമീം. പദച്ഛേദം ചെയ്യാം. കവീന്ദ്രാണാം ചേതഃ കമലവനബാലാദപ രുചിം ഭജന്തേ യേ സന്തഃ കതിചിത് അരുണാം ഏവ ഭവതി വിരിഞ്ചി പ്രേയസ്യ തരുണതര ശൃംഗാരലഹരി ഗഭീരാഭി വാഗ്ഭി വിദദധി സദാം രഞ്ജനമമീ. പദാർത്ഥം പറയാം. കവീന്ദ്രാണാം കവിശ്രേഷ്ഠന്മാരുടെ ചേതഃ കമല വനബാലാതപരുചി മനസ്സുകളാകുന്ന താമര സമൂഹങ്ങൾക്ക്, താമരപ്പൂ സമൂഹങ്ങൾക്ക് ബാലസൂര്യകാന്തിയായി, അതായത് ബാലസൂര്യൻ എന്ന് പറഞ്ഞാൽ നല്ല അരുണവർണ്ണത്തിൽ ഉദിച്ചു വരുമ്പോൾ സൂര്യൻ, അതായത് ബാലൻ കുട്ടി സൂര്യൻ എന്ന് പറഞ്ഞാൽ ഉദിച്ചു തുടക്കത്തിലുള്ള ഈ ബാലസൂര്യനെ കണ്ടിട്ടാണ് ഹനുമാൻ സ്വാമി പക്വമായ പഴമാണെന്ന് കരുതിയിട്ട് വിഴുങ്ങാൻ വേണ്ടി മുകളിലേക്ക് ചാടിയത്. അങ്ങനെയുള്ള ബാലസൂര്യനെ ഭയങ്കര കാന്തിയായിരിക്കും. അങ്ങനെയുള്ള കാന്തിയായി അരുണവർണ്ണത്തോടു കൂടിയവളായ ഭഗവതി, ആ ബാലസൂര്യൻ്റെ നിറം ആണ് ഭഗവതിക്ക്. അരുണവർണ്ണത്തോടു കൂടിയവളായി തന്നെ ഇരിക്കുന്ന ഭവതി നിന്തിരുവടിയെ ഏ കതിചിൽ സന്തഹ യാവ ചില സജ്ജനങ്ങൾ, സന്തഹ പറഞ്ഞാൽ സജ്ജനങ്ങൾ, യാവ ചില സജ്ജനങ്ങൾ ഭജന്തേ ഭജിക്കുന്നുവോ അമി ഈ സത്തുക്കൾ, അതായത് ഈ സജ്ജനങ്ങൾ വിരിഞ്ചി പ്രേയസ്യ, വിരിഞ്ചി പറഞ്ഞാൽ ബ്രഹ്മാവ്, ബ്രഹ്മപത്നി, പ്രേയസ്യ പത്നി, ബ്രഹ്മപത്നിയായ സരസ്വതി ദേവിയുടെ തരുണതര ശൃംഗാരലഹരീ ഗഭീരാഭി താരുണ്യാധിക്യത്താൽ ഉണ്ടാകുന്ന ശൃംഗാരരസപ്രവാഹം പോലെ, അതായത് തരുണികൾക്ക് കുറച്ച് ശൃംഗാരരസങ്ങളൊക്കെ ഉണ്ടാവും, അതായത് താരുണ്യാധിക്യത്തിൽ ഉണ്ടാകുന്ന ശൃംഗാരരസപ്രവാഹം പോലെ ഗംഭീരങ്ങളായ ആശയങ്ങളോട് കൂടിയ വാഗ്ഭിഹി വാക്കുകളാൽ സദാ സഹൃദയന്മാരുടെ രഞ്ജനം ഹൃദയാഹ്ലാദത്തെ വിദദധി വിധാനം ചെയ്യുന്നു. അത് കവി എന്ന് പറഞ്ഞു ആദ്യം. കവീന്ദ്രാണ്. കവി എന്ന് പറഞ്ഞാൽ ത്രികാല ദർശനം ഉണ്ടാക്കുന്നവരാണ്. അവർക്ക് 3 കാലത്തെയും കാര്യങ്ങൾ പറയാൻ പറ്റും. ത്രികാലദർശികൾ എന്ന് അവരെ പറയാം. വിരിഞ്ചി പ്രേയസി എന്ന് പറഞ്ഞാൽ ഭഗവതി സരസ്വതി ദേവി. അരുണ സരസ്വതിയാണ്, അതായത് അരുണവർണ്ണമുള്ള ഇളം ചുവപ്പ് നിറത്തോടു കൂടിയുള്ള ഭഗവതി ദേവിയെ നമ്മൾ ധ്യാനിച്ചാൽ, പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് എന്ത് കിട്ടും? ഈ സജ്ജനങ്ങളുടെ ഹൃദയ ആഹ്ലാദത്തെ ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് അങ്ങനെയുള്ള ഒരു ഭഗവതിയാണ് സരസ്വതി ദേവി, ബ്രഹ്മാവിൻ്റെ പ്രേയസിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾക്ക് സാരം പറയാം. അല്ലയോ ഭഗവതി, കവിശ്രേഷ്ഠന്മാരുടെ മനസ്സുകളാകുന്ന താമരപ്പൂക്കൾക്ക് താമരപ്പൂക്കൾ വിരിയുക സൂര്യൻ ഉദിക്കുമ്പോഴാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ഉപമിച്ചത്. താമരപ്പൂക്കൾക്ക് ബാലസൂര്യശോഭയായി അരുണവർണ്ണയായി തന്നെ ഇരിക്കുന്ന നിന്തിരുവടിയെ യാവജില ഏതൊക്കെ സജ്ജനങ്ങൾ ഭജിക്കുന്നുവോ അവർ സരസ്വതി ദേവിയുടെ താരുണ്യാധികൃത്യത്തിലുണ്ടാകുന്ന ശൃംഗാരരസ പ്രവാഹം പോലെ
ഗംഭീരങ്ങളായ വാക്കുകളാൽ സഹൃദയന്മാർക്ക് ഹൃദയാഹ്ലാദത്തെ ഉണ്ടാക്കുന്നു. ഈ കവികുമാരൊക്കെ നല്ല നല്ല വാക്കുകൾ ഉച്ചരിച്ചും പറഞ്ഞും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്യും സജ്ജനങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ എടുത്തു പറഞ്ഞ കവി എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരെയും ആകർഷിക്കുന്ന അർത്ഥഭൂയിഷ്ടമായ വാക്കുകൾ ദേവി പ്രദാനം ചെയ്യും എന്ന് സാരം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.